Hello guys, welcome back to my channel. Hi bro. ആര് നിന്ന് ഇവിടെ കുറച്ചു പേരൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അവിടെ എല്ലാരും പോകുന്നു. ഹായ്, വെൽക്കം ടു ഡാനീസ് യൂട്യൂബ് ചാനൽ. അതന്നെ പറയടാ. യോ പറഞ്ഞടാ, എന്നാ പരിപാടി എന്ന് പറഞ്ഞിട്ട്. അതല്ല ഇന്നത്തെ പരിപാടിയുടെ ഇന്നത്തെ ഫംഗ്ഷൻ എന്നാന്ന് പറഞ്ഞു. ആരുടെ? ടീച്ചർ ആന്റിന്റെയും സൈമൺ അങ്കിളിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. 25th വെഡിങ് ആനിവേഴ്സറി. അപ്പൊ നമ്മൾ ഇന്ന് അവരുടെ പറമ്പിലെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ അവിടെ വെച്ച് കാണാം. പല്ലേക്കട്ടെ. ആ ആന്റിയുടെ കൊച്ചു പല്ല് കഴിച്ചു. എനിക്ക് വയ്യ. ആന്റിനെ പിടിക്കുക, ആന്റിനെ പിടിക്കണം. അതേ വരുന്നു. താങ്ക്സ്. ഫാം ഹൗസിന്റെ മുതലാളി ഐ മൊയ്ലാലി ബ്ലാഡി റിച്ച്. സച്ചു ആത്മാർത്ഥമായി പണിയെടുക്കാൻ. എടുക്കുന്നില്ലേ? എനിക്ക് ഞാൻ പണിയെടുക്കും. അപ്പൊ എടുക്കും. ഇത് നോക്കിക്കേ, പാത്രം വെച്ച് നോക്കണേ. ചാച്ചാ ഇതൊന്നും ഇങ്ങനെയല്ലല്ലോ ഇരുന്ന് ഇവിടെ. ആന്റി തിരിഞ്ഞാന്റി. അമ്മ പൊന്നി ചക്കരമുത്തി. അനീത്തിമാരും ചേട്ടത്തിമാരും കൂടെ. പിന്നെ അല്ല. പിന്നെ അല്ല. അങ്ങനെ കണ്ടോ, ഫേമസ് ആയി. എനിക്ക് തോന്നുന്നു അവരുടെ വിവാഹത്തിന് ശേഷം വീണ്ടും ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരുങ്ങി വന്നിരിക്കുക അല്ലെ. ഇടയ്ക്കും പിള്ളേരോട് ചോദിച്ചറിയാം, ഇടയ്ക്ക് ഇങ്ങനെ മിടുക്കന്മാരല്ലേ, മിടുക്കനും മിടുക്കിയൊക്കെ ആയിട്ട് വന്നിരിക്കുക. അവരുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ഇന്ന് സിൽവർ ജൂബിലി കഴിഞ്ഞിട്ട് ഇനി അടുത്ത ജൂബിലിയിലേക്ക് റൂബിയിലേക്ക് കിടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം
ഇവരുടെ 25 വർഷത്തെ ദാമ്പത്യ ജീവിതം അത് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിനങ്ങളായിരുന്നു എന്ന് നമുക്ക് ഈ ഒരു സന്തോഷത്തിൽ ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുമ്പോൾ നാട്ടിൽ നിന്ന് വരെ ബന്ധുക്കളും മിത്രാദികളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കി സന്തോഷമുണ്ട്. കാരണം ഇവരുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് നിങ്ങൾ പല ഭാഗത്തു നിന്നും ആളുകൾ വന്നിരിക്കുക. അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് തമ്പുരാനെ നന്ദി പറയാം. ഈ കഴിഞ്ഞ 25 വർഷക്കാലം ഇവർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. 2 മിടുക്കരായിട്ടുള്ള മക്കൾ ഇവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാനിവിടെ ഈ ഇടവകയിൽ വന്നിട്ട് ഒത്തിരി ആയില്ല എങ്കിൽ കൂടി നമ്മുടെ ദേവാലയത്തിന്റെ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രേയസ് ആണെങ്കിൽ പള്ളിയുടെ കാര്യങ്ങളിൽ 24 hours എന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ എപ്പോഴും ആക്റ്റീവ് കാര്യങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പം ഇവരെ നമുക്ക് എല്ലാവർക്കും അനുമോദിക്കാം, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം ഇവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് നമുക്ക് ഈ സുദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ ഇവിടെ തന്നെ നിൽക്കും. അപ്പം ഇവരുടെ ഈ സന്തോഷത്തിലെ പങ്കുചേരാൻ വന്ന എല്ലാവരെയും നമുക്ക് ഇവിടേക്ക് അതുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് കൈയടിച്ച് ഇവർക്ക് വേണ്ടി ആശംസകൾ അറിയിക്കാം. നമുക്ക് ഇവരെ സമർപ്പിച്ച് നമുക്ക് ഈ നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ ചെയ്യുന്നവരോട് ഞാൻ ശിക്ഷിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രബോധനപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷപ്പെടണമേ. അറിയിക്കുവാനായിട്ടുള്ള അവസരമാണ്. ആളുകൾക്ക് വന്ന് അണിയിക്കുവാനും ഇവരെ ആദരിക്കുവാനായിട്ടുള്ള സമയമാണ്.
ഓൺ ചെയ്തോ? ഓണാടാ. അയ്യോ 360. എന്റെ തല കാണുന്നില്ലടി. അപ്പൊ എന്റെ തല മാത്രമേ കാണുള്ളൂ. ഡാനി ചേച്ചിയെ കുറിച്ച് പറയുവാണെങ്കിൽ സൽസ്വഭാവം, ശാന്തശീലം, ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവോ? നാട്ടിലെ നന്മപരം എന്നൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയില്ല. ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി നല്ല ഒരു മനസ്സിന് ഉടമയാണ്. ഇടിയപ്പം, ചിക്കൻ കറിയും, ചിക്കൻ ഗ്രേവിയും, ചോറ്, മോരുകറിയും, സലാഡ്, ചിക്കൻ, ഫിഷ് കറി, അച്ചാർ, പിന്നെ ഐസ്ക്രീം ഉണ്ട്. യെസ്. ഗൈസ്, ഇന്ന് നമ്മൾ 25th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത ആന്റിയുടെയും അങ്കിളുടെയും ഗിഫ്റ്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോ അൺബോക്സിംഗ്. അച്ഛനെ സംശയ അച്ഛയ അച്ഛ 3 ടൈം വിളിച്ചേ വട്ടണോ? എന്താ ചേച്ചി വ്ലോഗ് സംസാർ എടുക്കും. വാനില, പിസ്ത, മംഗബാർ, ചോക്കോബാർ. ആന്റവി നോക്കുന്ന മതി പൊടി. അല്ലേ ചാരി ചെരിഞ്ഞു 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 ലാലേട്ടൻ മോഹൻലാൽ പറയാൻ പാടില്ല, അടിയാവും ഫാൻസുകാർ അടിയാവും. ലാലേട്ടൻ ചെരിഞ്ഞു ഓർമ്മയുണ്ടോ? നമ്മളെ കുറെ കണ്ട മറ്റേ